നമസ്കാരം. VBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലയിലെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനാണ് തദ്ദേശ അദാലത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി MP രാജേഷ്. KPCCയുടെ നിർദ്ദേശപ്രകാരം അടുത്ത വർഷം നടക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തൊടുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മിഷൻ 25 കോൺഗ്രസ് മണ്ഡലം ക്യാമ്പ് DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് കർഷക മാർച്ചും ധർണയും നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയൻ ഉദ്ഘാടനം ചെയ്തു. തട്ടക്കുഴ ക്ഷീരോത്പാദക സഹകരണ സംഘ സെക്രട്ടറി ഷീല വിജയന് യാത്രയയപ്പ് നൽകി. പൊതുസമ്മേളനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം ചെയ്തു. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSK ജില്ലാ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ കമ്മിറ്റി അംഗം KV ജോയി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലയിലെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനാണ് തദ്ദേശ അദാലത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. ഇടുക്കി ജില്ലയിലെ അദാലത്ത് ചെറുതോണി ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലയിലെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനാണ് തദ്ദേശ അദാലത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഇടുക്കി ജില്ലയിലെ അദാലത്ത് ചെറുതോണി ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദാലത്തിൽ നേരിട്ട് വരുന്ന പരാതികൾ 2 ആഴ്ചയ്ക്കകം പരിഹരിക്കും. വ്യക്തിപരമായ തീരുമാനങ്ങളല്ല, മറിച്ച് നയപരമായ ഭേദഗതികൾ നടപ്പിലാക്കുന്നതിനും അദാലത്ത് ലക്ഷ്യമിടുന്നു. റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഇരകളാവുന്ന സാധാരണക്കാരെ സംരക്ഷിക്കും. നിയമവിരുദ്ധമായി ഭൂമി വിഭജിച്ച് വിൽക്കുന്നവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ 7 ജില്ലകളിൽ തദ്ദേശ അദാലത്തുകൾ പൂർത്തിയാക്കി, 2 കോർപ്പറേഷനുകളിലും പൂർത്തിയാക്കി. ഇന്ന് 8ാമത്തെ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കുന്നതിന് കാരണമായത് ജനങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക എന്ന ഉദ്ദേശമാണ്. തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടേണ്ടി വരാത്ത ആരുമില്ലാതെ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധം പുലർത്തുന്ന സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. കാരണം അവ പ്രാദേശിക സർക്കാരുകൾ. ഇപ്പോൾ ഫയലിംഗ് എണ്ണം നോക്കിയാൽ തന്നെ നമുക്ക് എത്രമാത്രം ജനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നു എന്ന് കാണാൻ പറ്റും. കഴിഞ്ഞ ജനുവരി 1 മുതൽ നഗരസഭകളിൽ ഓൺലൈൻ സംവിധാനമായിട്ടുള്ള കേസ്മാർട്ട് നടത്തിയ ശേഷം സൃഷ്ടിക്കപ്പെട്ട ഫയലുകൾ 18 ലക്ഷത്തിലധികമാണ് നഗരസഭകളിൽ മാത്രം. അത്രയും ജനങ്ങൾ ആശ്രയിക്കുന്ന, ജനങ്ങളുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് തന്നെ ഫയൽ DMS വഴി വന്ന പരാതികളിൽ ആ ഫയലുകൾ 93.5% കൊടുക്കുന്നുണ്ട്. കേസ്മാർട്ട് വഴി നഗരസഭകളിൽ വന്ന ഫയലുകളിൽ 73% തീർപ്പുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും വലിയൊരു പങ്ക് ഇപ്പോഴും തീർപ്പാവാതെ പരിഹരിക്കപ്പെടാതെ. അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. നൂലാമാലകളുണ്ട്, സങ്കീർണതകളുണ്ട്, ചട്ടത്തിലെ അവ്യക്തതകളുണ്ട്, ചട്ടം വ്യാഖ്യാനിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ട്, ചട്ടത്തിൽ പറഞ്ഞതിനപ്പുറം പോയി വായിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചട്ടങ്ങൾ തന്നെ വളരെ സങ്കീർണമാണ്, വിപുലമാണ്, ബൃഹത്താണ്. അതിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരും. നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക കാലത്ത് ഉണ്ടാക്കിയ ചട്ടം പിന്നീട് കാലം മാറുന്ന സമയത്ത് മാറ്റങ്ങൾ ആവശ്യമായിട്ട് വരും. യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി, തദ്ദേശ സ്വയംഭരണ ഡയറക്ടർ ഡോക്ടർ സീറാം സാംബശിവറാവു, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, റൂറൽ ഡയറക്ടർ ദിനേശൻ ചെറുവാട്ട്, ജോയിന്റ് ഡയറക്ടർ ചുമതല വഹിക്കുന്ന ജോസഫ് സെബാസ്റ്റ്യൻ,
മറ്റ് ജനപ്രതിനിധികൾ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രതിസന്ധികൾ പരിഹരിച്ച് ചികിത്സ തേടിയെത്തുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യമൊരുക്കുവാൻ അധികൃതർ തയ്യാറാവുന്നില്ലെന്ന് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം.ജെ. ജേക്കബ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നതുൾപ്പെടെ വലിയ നിസ്സംഗതയാണ് അധികൃതർ വെച്ചുപുലർത്തുന്നതെന്നും ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ പ്രൊഫസർ എം.ജെ. ജേക്കബ് ആരോപിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രതിസന്ധികൾ പരിഹരിച്ച് ചികിത്സ തേടിയെത്തുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആരോപിച്ചു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നതുൾപ്പെടെ വലിയ നിസ്സംഗതയാണ് അധികൃതർ വെച്ചു പുലർത്തുന്നതെന്നും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം.ജെ. ജേക്കബ് ആരോപിച്ചു. ആരോഗ്യ മേഖലയിൽ ഇടുക്കി ജില്ലയോടുള്ള സർക്കാരിന്റെ അവഗണനയുടെ വലിയ ഉദാഹരണമാണ് ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ ഇപ്പോഴത്തെ സ്ഥിതി. വേണ്ടത്ര ഡോക്ടർമാരില്ല, മരുന്നും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. ചികിത്സ തേടി എത്തുന്നവരെ മറ്റിടങ്ങളിലേക്ക് റഫർ ചെയ്യുന്ന ആശുപത്രിയായി മെഡിക്കൽ കോളേജ് മാറിയെന്നും സംസ്ഥാന സർക്കാർ കുറഞ്ഞ നിരക്കിൽ ക്യാൻസർ രോഗികൾക്കുള്ള മരുന്നുകൾ നൽകുന്ന പദ്ധതിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിനെ ഒഴിവാക്കിയെന്നും നേതാക്കൾ ആരോപിച്ചു. ഇന്ന് ഈ മെഡിക്കൽ കോളേജ് അവഗണനയുടെ ഒരു മകുടോദാഹരണമായി നിലനിൽക്കുകയാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് തുടങ്ങിയത്. ഈ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ലയാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗം അധിവസിക്കുന്ന ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. പക്ഷേ നാളിതുവരെയായി ഈ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ വളരെ ശോചനീയമായിട്ടുള്ള സ്ഥിതി നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല, ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളില്ല. ഉദാഹരണത്തിന് കാർഡിയോളജി, ന്യൂറോ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിൽ ആവശ്യത്തിനുള്ള ഡോക്ടർമാരില്ല. അത് ഇതുവരെ പരിഹരിക്കാൻ പറ്റിയിട്ടില്ല. മറ്റൊന്ന്, ഇവിടെ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരുടെ 50% പോലും അപ്പോയിൻമെന്റ് നടത്തിയിട്ടില്ല. ഈ നിലവിലുള്ള ഡോക്ടർമാർ തന്നെ കൂടുതലും കരാർ അടിസ്ഥാനത്തിലാണ്. അവര് പലപ്പോഴും സമയത്ത് എത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടെ 100 കണക്കിന് രോഗികൾ വരുന്ന OP, ആ OPയിൽ 2 ഡോക്ടർമാരാണ് ആകെയുള്ളത്. അവർക്ക് ആവശ്യത്തിനുള്ള ചികിത്സ വരുന്ന രോഗികൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അവിടെ ചെന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നേഴ്സുമാരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ഹോസ്പിറ്റലിന്റെ വിജയം അല്ലെങ്കിൽ രോഗികൾക്ക് കിട്ടേണ്ട പരിചരണം എന്ന് പറയുന്നത് നേഴ്സുമാരിൽ നിന്നാണ്. അതിന് ആവശ്യമായിട്ടുള്ള നേഴ്സുമാരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. പല സമയങ്ങളിലായി ഈ വേക്കൻസികൾ നികത്തും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം.ജെ. ജേക്കബ്, കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ, മെഡിക്കൽ കോളേജ് വികസന സമിതി അംഗം ജോയി കുടക്കച്ചിറ, ജില്ലാ സെക്രട്ടറി കെ വിജയൻ, വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് ഷിജോ ഞവരക്കാട്ട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതോണി. KPCCയുടെ നിർദ്ദേശപ്രകാരം അടുത്ത വർഷം നടക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തൊടുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മിഷൻ 25 കോൺഗ്രസ് മണ്ഡലം ക്യാമ്പ് വെങ്ങല്ലൂർ ഷെറോൺ ഹാളിൽ നടത്തി. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. KPCCയുടെ നിർദ്ദേശപ്രകാരം അടുത്ത വർഷം നടക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടത്തുന്ന മിഷൻ 25 കോൺഗ്രസ് മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് തൊടുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെങ്ങല്ലൂർ ഷെറോൺ ഹാളിൽ സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. ഈ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് ഈ മുനിസിപ്പാലിറ്റിയുടെ സ്റ്റാർട്ടിങ് മുതൽ വർഗീസ് സാറ് സ്പെഷ്യൽ ഓഫീസർ ആയി മാറിയതിന് ശേഷമുണ്ടായ കാലഘട്ടം മുതൽ ഈ മുനിസിപ്പാലിറ്റി എന്നും കോൺഗ്രസ്സിന് ഐക്യജനാധിപത്യ മുന്നണിക്ക് മുൻതൂക്കമുള്ള മുനിസിപ്പാലിറ്റിയാണ്. അന്ന് ജനദേവൻ ജീവിച്ചിരുന്ന കാലത്ത് പല കോൺഗ്രസ് അനുകൂല കുടുംബങ്ങളിലും ടൗണിലുള്ള പല ബിസിനസ്സുകാരെയും അവരെ വരുതി നിർത്താനുള്ള സംവിധാനവും സൗകര്യവും CATUവിനുള്ളത് കൊണ്ട് ആ വീടുകളിൽ നിന്നൊക്കെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ഒരു സമന്വയപാതയിലൂടെ കണ്ടെത്തിയതിൻ്റെ റിസൾട്ടായിരുന്നു ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ പരാജയം. അങ്ങനെയാണ് N. ചന്ദ്രൻ മുനിസിപ്പാലിറ്റി ചെയർമാനായത് എന്നുള്ളത് അറിയാവുന്ന ആളുകൾ
ആളുകളുണ്ട് എന്നെനിക്കറിയാം. അത് മാറി എല്ലാ ഘട്ടത്തിലും ബുദ്ധി കൊണ്ടും മാത്രം ഇടതുപക്ഷ മുന്നണി ജയിച്ചിട്ടുണ്ട്. മറിച്ച് ഇപ്പറേ ഐക്യജനാധിപത്യങ്ങളുടെ ഭാഗമായി എന്നും എല്ലാ കാലത്തും ഘടകകക്ഷികളുടെ അനാവശ്യമായ സമ്മർദ്ദങ്ങൾ, ആ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാൽ ലീഡർഷിപ്പിന് കഴിയാത്ത കാലത്തോളം നമുക്ക് അതിജീവനം കാട്ടി മുൻപോട്ട് പോകാൻ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനാവില്ല എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ. ഇവിടെ 35 വാർഡുകളുണ്ട്. 35 വാർഡുകളിലുള്ള കോൺഗ്രസിൻ്റെ കമ്മിറ്റികൾ, നമ്മൾ വയനാട്ടിലെ ക്യാമ്പ് കഴിഞ്ഞു, സംസ്ഥാന ക്യാമ്പ് കഴിഞ്ഞു. സംസ്ഥാന ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി ഈ സംസ്ഥാനത്ത് നടന്ന ജില്ലാ ക്യാമ്പ് ഇടുക്കിയിലേതാണ്. നമ്മൾ ഈ ജില്ലയിലെ 5 നിയോജകമണ്ഡല ക്യാമ്പുകൾ കഴിഞ്ഞു. അതിനുശേഷമാണ് മണ്ഡലം ക്യാമ്പുകളിലേക്ക് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് മുനിസിപ്പൽ മണ്ഡലവും. മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സജീവ് MH, ബൂത്ത് പ്രസിഡന്റുമാർ, വാർഡ് പ്രസിഡന്റുമാർ, മണ്ഡലം ഭാരവാഹികൾ, ബ്ലോക്ക് ഭാരവാഹികൾ, DCC മെമ്പർമാർ, മുനിസിപ്പൽ കൗൺസിലർമാർ, മറ്റ് സീനിയർ നേതാക്കന്മാർ, പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസ്, KSU, മഹിളാ കോൺഗ്രസ്, കർഷക കോൺഗ്രസ്, INTUC തുടങ്ങിയ സംഘടനകളിലെ സംസ്ഥാന ജില്ലാ നേതാക്കളും ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ആർട്ടിസ്ട്രി ഷോയ്ക്ക് തുടക്കമായി. തൊടുപുഴ നഗരസഭാ അധ്യക്ഷ സബീന ബിഞ്ചു ആർട്ടിസ്ട്രി ഷോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സെപ്റ്റംബർ 1 വരെയാണ് ഷോ നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഫെയർ പ്രൈസ് ഓഫറും കൂടാതെ ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിന് 0.200 മില്ലിഗ്രാം ഗോൾഡ് കോയിനും 50,000 രൂപയുടെ ബ്രാൻഡഡ് ഓർണമെൻറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ 0.400 മില്ലിഗ്രാം ഗോൾഡ് കോയിനും സമ്മാനമായി ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സ്വർണം, ഡയമണ്ട്, അമൂല്യ രത്നങ്ങൾ എന്നിവയിൽ തയ്യാറാക്കിയ ബ്രാൻഡഡ് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കി തൊടുപുഴ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ആർട്ടിസ്ട്രി ഷോയ്ക്ക് തുടക്കമായി. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ തൊടുപുഴ നഗരസഭാ അധ്യക്ഷ സബീന ബിഞ്ചു ആർട്ടിസ്റ്റ് ഷോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഷോറൂം ഹെഡ് ജെറാൾഡ് മാനുവൽ സ്വാഗതവും ഷോറൂം അസിസ്റ്റന്റ് ഹെഡ് ജിഷ്ണു R നന്ദിയും പറഞ്ഞു. ഷോറൂം സെയിൽസ് മാനേജർ മനോജ് കുമാർ, ഡെപ്യൂട്ടി മാർക്കറ്റിംഗ് മാനേജർ ടൈറ്റസ് KM, മറ്റ് ഷോറൂം ജീവനക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു. സെപ്റ്റംബർ 1 ഷോ അവസാനിക്കും. ഈ സമയം പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഫെയർ പ്രൈസ് ഓഫറും കൂടാതെ ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും 0.200 മില്ലിഗ്രാം ഗോൾഡ് കോയിനും 50,000 രൂപയുടെ ബ്രാൻഡഡ് ഓർണമെന്റ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ 0.400 മില്ലിഗ്രാം ഗോൾഡ് കോയിനും സമാനമായി ലഭിക്കുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് കർഷക മാർച്ചും ധർണയും നടത്തി. കട്ടപ്പന കല്യാണത്തണ്ടിലെ 43 കുടുംബങ്ങൾക്ക് കുടിയിറക്ക് നോട്ടീസ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് കർഷക മാർച്ചും ധർണയും നടത്തിയത്. സമരം കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. കട്ടപ്പന കല്യാണത്തണ്ട് കുടിയർക്ക് CHR പ്രശ്നം, നിർമ്മാണ നിരോധനം, വന്യമൃഗശല്യം എന്നിവയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച കർഷക മാർച്ച് താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരത്തിൽ കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജകമണ്ഡലം പ്രസിഡന്റ് ടോമി തെങ്ങുംപള്ളി അധ്യക്ഷത വഹിച്ചു. യോഗം കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും മന്ത്രിമാർ മന്ത്രിമന്ദിരങ്ങൾ പോലും താമസിക്കാൻ പറ്റാത്ത സ്ഥിതി വരുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സംസ്ഥാന പ്രസിഡന്റ് KC വിജയൻ പറഞ്ഞു. പതിറ്റാണ്ടിലേറെയായി 1970 മുതൽ അവിടെ കുടിയേറി താമസിക്കുന്ന കർഷകരാണ് അവിടെ. 44 കുടുംബങ്ങളാണ് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. ആ പ്രദേശത്ത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വില്ലേജ് ഓഫീസും ക്ഷേത്രവും സർക്കാർ അംഗീകരിച്ച റോഡുകളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി നമ്പറിട്ട വീടുകളും ഒക്കെ ഉള്ള പ്രദേശമാണ്. ആ പ്രദേശത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ടോമി പാലക്കൽ, V ശശിധരൻ നായർ, AP ഉസ്മാൻ, KA എബ്രഹാം, ജോസ് ആനക്കലിൽ, തോമസ് മൈക്കിൾ, MD അർജുനൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തട്ടക്കുഴ ക്ഷീരോത്പാദക സഹകരണ സംഘ സെക്രട്ടറി ഷീല വിജയന് ക്ഷീരസംഘത്തിലെ ജീവനക്കാരുടെയും ക്ഷീര കർഷകരുടെയും ഭരണസമിതിയുടെയും ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഇതോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം ചെയ്തു.
ക്ഷീരസംഘം പ്രസിഡന്റ് ദിവാകരൻ നായർ അധ്യക്ഷത വഹിച്ചു. ഇളന്തേശം ബ്ലോക്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 29 ക്ഷീരസംഘത്തിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും തട്ടക്കുഴ ക്ഷീരസംഘത്തിലെ കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു. തട്ടക്കുഴ ക്ഷീരോത്പാദക സഹകരണ സംഘം ആപ്കോസിൽ സെക്രട്ടറിയായി 1993 ജോലിയിൽ പ്രവേശിക്കുകയും നീണ്ട 31 വർഷക്കാലം സേവനം അനുഷ്ഠിക്കുകയും ചെയ്ത് ഈ മാസം 31 ജോലിയിൽ നിന്നും വിരമിക്കുന്ന ഷീല വിജയന് ക്ഷീരസംഘത്തിലെ ജീവനക്കാരുടെയും ക്ഷീര കർഷകരുടെയും ഭരണസമിതിയുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. തട്ടക്കുഴ വോൾഗ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കൃഷിക്കാർ പലതരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളാണ്. ഇവരെല്ലാം ഒരു കുടക്കീഴിൽ നമ്മുടെ സംഘത്തിൻ്റെ കീഴിൽ അണിനിരത്തി വലിയ മുഷിപ്പില്ലാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിൻ്റെ പ്രസിഡന്റിനേക്കാൾ അതിൻ്റെ ഉത്തരവാദിത്വം സെക്രട്ടറിക്കാണ്. തീർച്ചയായിട്ടും ഒട്ടേറെ കഷ്ടങ്ങൾ അനുഭവിച്ച ഒരു സെക്രട്ടറിയാണ് ആയിരിക്കും ശ്രീമതി ഷീല ചേച്ചി എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും അവരുടെ സേവനത്തെ തീർച്ചയായിട്ടും നമുക്ക് വിലമതിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനി അവരുടെ ഭാവിയിലേക്കുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു അനുഭവ സമ്പത്തായി തീരും എന്നുള്ള കാര്യം സംശയമില്ല. എല്ലാ ആശംസകളും തരുന്നു. ഷീല വിജയനെ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ പൊന്നാടിയും മൊമന്റോയും നൽകി ആദരിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള ഉപഹാരങ്ങളും മൊമന്റോകളും ലീവ് സറണ്ടർ ഗ്രാറ്റുവിറ്റി തുടങ്ങിയവയ്ക്കുള്ള ചെക്കുകളും സമ്മേളനത്തിൽ വിതരണം ചെയ്തു. സംഘത്തിൽ 2023-24 വർഷത്തിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്ന കർഷകരെയും യുവ കർഷകരെയും വിവിധ അവാർഡുകൾ നൽകി ആദരിച്ചു. ക്ഷീരസംഘം പ്രസിഡന്റ് ദിവാകരൻ നായർ അധ്യക്ഷനായി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിജി സുരേന്ദ്രൻ, ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് BDO അജയ് എജെ, ചീനിക്കുഴി ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൈസി ഡെനിൽ, ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു രവീന്ദ്രൻ, ജിൻസി സാജൻ, മിൽമ സൂപ്പർവൈസർ അനസു, യൂണിറ്റ് ഹെഡ് ശ്രീവിദ്യ, ഡയറി ഡിപ്പാർട്ട്മെന്റ് ഫാം ഇൻസ്പെക്ടർ കാതറിൻ സാറ ജോർജ്, KSMA താലൂക്ക് പ്രസിഡന്റ് MD ജോണി മുണ്ടയ്ക്കാമറ്റം, ഇളന്തേശം ബ്ലോക്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 29 ക്ഷീരസംഘത്തിലെ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും തട്ടക്കുഴ ക്ഷീരസംഘത്തിലെ കർഷകരും ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷീരസംഘം മുൻ പ്രസിഡന്റ് ജോണി കണ്ണംകുളം സ്വാഗതവും ബോർഡ് മെമ്പർ വിൻസെന്റ് തോമസ് നന്ദിയും പറഞ്ഞു. ഞാൻ റിട്ടയർ ചെയ്തു എന്നോർത്തുകൊണ്ട് ആരും കണ്ടാൻ മിണ്ടാതെ പോകാതെയും പരിചയമില്ലാതെ പോവുകയും അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാവരും മനുഷ്യരല്ലേ, ആ ഒരു പരിഗണന എനിക്കും തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബാക്കിയുള്ള കാലം ദൈവം തരുന്നത് കുടുംബകാര്യങ്ങളുമായിട്ട് നോക്കി നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. നിങ്ങളുടെ ആശംസകളെല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ കുടുംബാംഗങ്ങളുടെയും തട്ടക്കുഴ സംഘത്തിൻ്റെയും എല്ലാവരുടെയും പേരിൽ എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ന്യൂസ് ബ്യൂറോ, തട്ടക്കുഴ. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSK ജില്ലാ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. സെപ്റ്റംബർ 3 മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായിട്ടായിരുന്നു ധർണ നടത്തിയത്. CITU ജില്ലാ കമ്മിറ്റി അംഗം KV ജോയി സമരം ഉദ്ഘാടനം ചെയ്തു. KRTA ജില്ലാ പ്രസിഡന്റ് PT ഷാൻഡി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു.
കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക, അർഹമായ കേന്ദ്ര വിഹിതം മുടക്കമില്ലാതെ നൽകുക, സുപ്രീം കോടതി വിധി അനുസരിച്ച് തസ്തിക നിർണയിച്ച് സ്ഥിരം നിയമനം നടത്തുക, ശമ്പള വർധന, TA വർധന, ലീവ് സെന്റർ എന്നിവ ഉടൻ അനുവദിക്കുക, സ്ഥലമാറ്റത്തിന് മാനദണ്ഡം നിശ്ചയിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇടുക്കി SSK ഓഫീസ് മാർച്ചും ധർണയും നടത്തി. സെപ്റ്റംബർ 3 മുതൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായിട്ടായിരുന്നു ധർണ. CITU ജില്ലാ കമ്മിറ്റി അംഗം KV ജോയി ഉദ്ഘാടനം ചെയ്തു. ഏതൊരു മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു സംഘടനയിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ പ്രധാനമായും 2 കാര്യമാണ്. ഒന്ന്, നമ്മുടെ തൊഴിൽ, അതിനൊരു സ്ഥിരത വേണം. 2, നമ്മുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുകയും കാലാനുസൃതമായ മാറ്റങ്ങൾക്കനുസരിച്ച് വർധനമുണ്ടാവുകയും ചെയ്യണം. ഇതാണ് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഇതനുസരിച്ചാണ് എല്ലാ സംഘടനയിലേക്കും തൊഴിലെടുക്കുന്നവർ വരുന്നത്, അല്ലേ? പ്രധാനമായും നിങ്ങളും അങ്ങനെ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു. അത് ഈ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ്, അല്ലേ? നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും. അപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി ആയതുകൊണ്ട് ഇതിന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കേന്ദ്ര ഗവൺമെൻറ് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുഭാവപൂർവം ഈ മേഖലയിലെ പണിയെടുക്കുന്നവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാവണം. അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് പരിഗണിക്കാതെ വരുന്ന കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയുമെങ്കിൽ ഇടപെട്ട് പരിഹരിക്കണം. KRTA ജില്ലാ പ്രസിഡന്റ് PT ഷാൻഡി അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം AM ഷാജഹാൻ, സംസ്ഥാന കമ്മിറ്റി അംഗം KR ഷാജിമോൻ, എൽദോ ജോൺ, ബിൻസി തോമസ്, M പളനിസ്വാമി, K ഏഞ്ചൽ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭ ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാന്തല്ലൂർ പയസ് നഗർ ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തി. കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ ധർണയിൽ പങ്കെടുത്തു. രൂക്ഷമായ വന്യജീവി ആക്രമണം തടയുക, കേന്ദ്ര വന്യജീവി നിയമം തിരുത്തുക, വനാതിർത്തികളിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുക, നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കുക, EFLI ഏറ്റെടുത്ത സ്ഥലം വിട്ടു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അഖിലേന്ത്യാ കിസാൻ സഭ ദേവികുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാന്തല്ലൂർ പയസ് നഗർ ഫോറസ്റ്റ് സ്റ്റേഷന് മുമ്പിൽ ധർണ നടത്തിയത്. കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പശുവിനെ വളർത്തുന്ന, പോത്തിനെ വളർത്തുന്ന, ആടിനെ വളർത്തുന്ന, പന്നിയെ വളർത്തുന്ന, കോഴിയെ വളർത്തുന്ന, മുയലിനെ വളർത്തുന്ന മനുഷ്യൻ ജീവികളെ വളർത്തുന്നവനാ. പട്ടിയെ വളർത്തുന്ന, പൂച്ചയെ വളർത്തുന്ന മനുഷ്യൻ ഇവിടെ ജീവികളെ വളർത്തുന്നവനാ, ജീവിയെ കൊല്ലുന്നവനല്ല. പക്ഷേ കേരളത്തിലെ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്യജീവികൾ മതി, മനുഷ്യൻ വേണ്ട എന്ന നിലപാടാണ് ഈ മന്ത്രിക്കുള്ളത്. അങ്ങനെ ഒരു മന്ത്രി ഈ കേരളത്തിലെ LDFനും സ്വീകാര്യമാകേണ്ട കാര്യമില്ലാത്തതാണ്. പക്ഷേ ആണ് ഈ ഗവൺമെന്റ് മന്ത്രിയാകേണ്ട കാര്യമില്ല. കാരണം എന്താ? ഗവൺമെന്റിന് ജനങ്ങളെ സംരക്ഷിക്കണമെന്നാ പറയുന്നത്. അങ്ങനെയാണ് ഗവൺമെന്റ് പറയുന്നതെങ്കിൽ യാതൊരു കാരണവശാലും ഈ മന്ത്രി ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് അനാവശ്യമാണെന്ന് ആരും പറയുന്നില്ല എന്നതൊരു പ്രശ്നം തന്നെയാണ്. ഗവൺമെന്റിന്റെ അകത്ത് വേറൊരു ഗവൺമെന്റ്, അതല്ലേ ഫോറസ്റ്റ് വകുപ്പ്. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അകത്ത് ഒരു സ്വതന്ത്ര വകുപ്പായി ഈ ഫോറസ്റ്റ് വകുപ്പ് എങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കെതിരാണ്. അത് കണ്ടില്ല, പറഞ്ഞില്ല, പറയുന്നില്ല എന്ന് തീരുമാനിച്ചു പോകേണ്ട ഒരു കാര്യവും. കാടെല്ലാം വന്യജീവിക്ക് കൊടുത്തോട്ടെ, അവിടെ തീറ്റ കൊടുക്കണം, വെള്ളം കൊടുക്കണം. KSM ജോർജ്, PS ശശികുമാർ, രാജേന്ദ്രൻ, കുമരവേൽ, ഗോവിന്ദരാജ്, രാമർ, ബാലകൃഷ്ണൻ, ചന്ദ്രബോസ്, P ബിജു, റോസ്മേരി എന്നിവർ നേതൃത്വം നൽകി. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മറയൂർ. ദേശീയപാതയിലെ അപകടകരമായ ഗർത്തം അധികൃതരുടെ കണ്ണിൽപ്പെട്ടില്ല. ദേശീയപാതയിലെ ഗർത്തമടച്ച് അപകടമൊഴിവാക്കി യൂത്ത് കോൺഗ്രസ് നേതൃത്വം. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിലെ വണ്ടിപ്പെരിയാർ പെട്രോൾ പമ്പിന് സമീപം രൂപപ്പെട്ട അപകടകരമായ ഗർത്തം അടച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നാടിന് മാതൃകയായത്. ദേശീയപാതയിലെ അപകടകരമായ ഗർത്തം അധികൃതരുടെ കണ്ണിൽപ്പെട്ടില്ല. ദേശീയപാതയിലെ ഗർത്തമടച്ച് അപകടമൊഴിവാക്കി യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ നേതൃത്വം.
കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ പെട്രോൾ പമ്പിന് സമീപമായിരുന്നു റോഡിലെ ഗർത്തം വാഹനയാത്രികർക്ക് അപകടക്കെണിയായി മാറിയിരുന്നത്. റോഡിലെ ഗർത്തത്തിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് സംബന്ധിച്ച് അധികൃതരെ പരാതി ധരിപ്പിച്ചുവെങ്കിലും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിൽ ഇവിടുത്തെ ചില വ്യാപാരികൾ തന്നെ മുൻകൈയെടുത്ത് ഈ ഗർത്തം മുൻപ് അടച്ചിരുന്നു. എന്നാൽ മഴ ശക്തി പ്രാപിച്ചതോടുകൂടി ഏതാനും നാളുകൾ മാത്രമാണ് ഇത് നിലനിന്നിരുന്നുള്ളൂ. റോഡിലെ ഗർത്തം വീണ്ടും അപകടക്കെണിയായി മാറിയിട്ടും അധികൃതരുടെ കണ്ണ് പതിയാതെ വന്നതോടുകൂടിയാണ് ഗർത്തം മൂടി ദേശീയപാതയിലെ അപകടയാത്രയ്ക്ക് യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിഹാരം കണ്ടെത്തിയത്. യൂത്ത് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എൻ അഖിലിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഉപാധ്യക്ഷ ശാരി ബിനുശങ്കർ, DCC ജനറൽ സെക്രട്ടറി ആർ ഗണേശൻ, യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ നജീബ് തേക്കിൻകാട്ടിൽ, വാളാടി മണ്ഡലം പ്രസിഡന്റ് വിഘ്നേഷ്, അലൈസ് വാരിക്കാട്ട്, ആകാശ് എന്നിവർ അപകടകരമായ ഗർത്തം അടച്ചുകൊണ്ടുള്ള സന്നദ്ധ പ്രവർത്തനത്തിൽ പങ്കാളികളായി. VBC ന്യൂസ് വണ്ടിപ്പെരിയാർ. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് അടിവാട് ടൗണിൽ നടന്ന സ്കൂൾ കുട്ടികളുടെ കൂട്ടയോട്ടവും സന്ദേശജാഥയ്ക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വീകരണം നൽകി. പല്ലാരിമംഗലം യൂണിറ്റാണ് സ്വീകരണം ഒരുക്കിയത്. യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇർഷാദിയ സ്കൂൾ പ്രിൻസിപ്പൽ U മുഹമ്മദ് ബഷീർ കായിക ദിന സന്ദേശം നൽകി. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് അടിവാട് ടൗണിൽ നടന്ന സ്കൂൾ കുട്ടികളുടെ കൂട്ടയോട്ടത്തിനും സന്ദേശജാഥയ്ക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വീകരണം നൽകി. ദേശീയ കായിക ദിനത്തോടനുബന്ധിച്ച് കൂവളൂർ ഇർഷാദിയ സ്കൂളിലെ കായിക വിഭാഗമാണ് കൂട്ടയോട്ടവും സന്ദേശജാഥയും സംഘടിപ്പിച്ചത്. സ്കൂൾ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ അടിവാട് തെക്കേക്കവലിൽ നിന്നും ടൗൺ സെന്റർ വരെ നടന്ന സന്ദേശജാഥയ്ക്കും കൂട്ടയോട്ടത്തിനും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് സ്വീകരണം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് MM അലിയാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇർഷാദിയ സ്കൂൾ പ്രിൻസിപ്പൽ U മുഹമ്മദ് ബഷീർ കായിക ദിന സന്ദേശം നൽകി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി MA ഷെറു, ട്രഷറർ KJ ജോസ്, യൂത്ത് വിംഗ് കോതമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് PM ഷംജൽ, മീമി കവല, ഉമ്മർ കുഞ്ചാട്ട്, ഹുബൈസ് മൂക്കട, ജൂബി മാത്യു, അൻവർ JK, ഷംസുദ്ദീൻ KM, അധ്യാപകരായ ഹക്കീം ഖാൻ, മിസ്രിയ, ആസിഫ്, സഹലത്ത്, ഫൗസിയ, റസീന തുടങ്ങിയവർ നേതൃത്വം നൽകി. കായിക കേരളത്തിന്റെ തലസ്ഥാനമായ കോതമംഗലം ഒട്ടനവധി പ്രദേശങ്ങളെ വാർത്തെടുത്ത ഒരു നാടാണ്. ആ കോതമംഗലത്തിൻ്റെ കിഴക്കൻ പ്രദേശമായ അടിവാട് ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുമ്പോൾ ഇർഷാദിയ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും കുട്ടികളും അടിവാട് ടൗണിൽ കൂട്ടയോട്ടം നടത്തി ബാൻഡ് മേളവും നടത്തിയത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരി യൂണിറ്റ് അതിൻ്റെ സ്വീകരണം ഏറ്റെടുത്തുകൊണ്ട് കായിക രംഗത്ത് വരുന്ന പ്രതിഭകളെ വളർത്തിയെടുക്കുവാൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരം യൂണിറ്റ് അതിന് തയ്യാറാണ്. അത് സ്വാഗതാർഹമാണ്. ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ കുട്ടികൾ ഈ കൂട്ടയോട്ടവും ബാൻഡ് മേളവും നടത്തി ജനശ്രദ്ധ ആകർഷിച്ച ഈ പരിപാടിയെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പല്ലാരം യൂണിറ്റ് സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്ട്രീം ഇക്കോസിസ്റ്റം പദ്ധതിയുടെ UP വിഭാഗം പ്രോജക്റ്റായ സംസ്കൃതിയുടെ ഉദ്ഘാടനവും ശില്പശാലയും കോതമംഗലം BRCയിൽ നടന്നു. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസി സാജു ഉദ്ഘാടനം നിർവഹിച്ചു. കോതമംഗലം BPC സിമി P മുഹമ്മദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്ട്രീം ഇക്കോസിസ്റ്റം പദ്ധതിയുടെ UP വിഭാഗം പ്രോജക്റ്റായ സംസ്കൃതിയുടെ ഉദ്ഘാടനവും ശില്പശാലയും കോതമംഗലം BRCയിൽ നടന്നു. പഴയ തലമുറയെപ്പറ്റിയും സംസ്കാരത്തെപ്പറ്റിയും കുട്ടികളിൽ ധാരണ ഉണ്ടാക്കുക എന്നതാണ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസ്കാര കൾച്ചറൽ സെന്റർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നീ സ്ഥാപനങ്ങളാണ് പാർട്ണർ ഓർഗനൈസേഷൻ. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ ഒരു കുട്ടീനെ വിടുന്നുണ്ടെങ്കിൽ ആ അമ്മ ആ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്ന് ആ കുട്ടീനെ ബസ്സിൽ കയറ്റിവിട്ട് തിരിച്ച് കുട്ടിയെ സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോഴത്തേക്കും അമ്മ അവിടെ നിന്ന് ഹാജരാക്കി ആ കുട്ടീനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുന്ന ഒരു സാഹചര്യം
അത്രമാത്രം പേരൻസ് കുട്ടികളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അത്രമാത്രം അവർ ഫ്രീ ആയിട്ട് വിടാതെ ചിന്തിക്കുവാനൊന്നും അവസരം കൊടുക്കാതെയാണ് നമ്മുടെ കുട്ടികൾ നമ്മൾ വളർത്തിക്കൊണ്ട് പോരുന്നത്. നമ്മുടെ ജീവിതം എന്താണ് എന്ന് ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ തന്നെ പഠിച്ച് വളർന്നു വരുന്നത്. ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും അവരുടെ താല്പര്യപ്രകാരം ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സ്കൂളിലെ ടീച്ചേഴ്സ് പേരൻസിനോട് പറഞ്ഞിട്ടുണ്ടാവും ഇന്നൊരു കാര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കുട്ടികളെ കൊണ്ടുവരണം. ഈ പേരൻസ് ഇന്നിവിടെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടാവും, ഇന്ന് എൻ്റെ കുട്ടിയുടെ ഒരു ദിവസത്തെ ക്ലാസ് നഷ്ടപ്പെടുമല്ലോ എന്ന് ചിന്തിച്ച പേരൻസ് എൻ്റെ മുമ്പിലുണ്ടാകാം. പക്ഷേ ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ സംസ്കൃതി എന്ന പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് ഒരു യുവതലമുറയിലൂടെ, ആ തലമുറയെ ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങൾ അധ്യാപകരാണ്. അതിന് ഒന്നുകൂടി നേതൃത്വം കൊടുക്കേണ്ടത് മാതാപിതാക്കൾ. കോതമംഗലം BPC സിമി P. മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കോതമംഗലം AEO സജീവ് KB പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗം ലതാ ഷാജി, പ്രധാന അധ്യാപകരായ ലിജി P. പോൾ, അബു CP, ട്രെയിനർ എൽദോ പോൾ, CRCC ഹണിമോൾ MM എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഹൈറേഞ്ചിന്റെ കൊച്ചുവേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പട്ടുമല ദേവാലയം ഇത്തവണയും 8 നോമ്പ് ആചരണത്തിന് ഒരുങ്ങി. പീരുമേടിന്റെ ചരിത്രത്തിൽ ബ്രിട്ടീഷ് ഭരണകാല ചരിത്രമുള്ള ദേവാലയത്തെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. VR വിജയൻ തയ്യാറാക്കിയ ഹൈറേഞ്ചിന്റെ കൊച്ചുവേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന പട്ടുമല ദേവാലയത്തിന്റെ ചരിത്ര വിശേഷങ്ങൾ. തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾക്ക് പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വലിയ ഭക്തിയുടെ പ്രതീകമായി പീരുമേടിന്റെ ചരിത്രത്താളുകളിൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലാണ് പട്ടുമല ദേവാലയത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. 1980കളിൽ പട്ടുമലയിലെത്തിയ കേരള വംശജനായ ഫ്രാൻസിസ്കൻ മിഷനറി സഹോദരൻ ഹിപ്പോളിറ്റസ് തടത്തിൽ CMSF തോട്ടം തൊഴിലാളികളുടെയും മറ്റ് ജനങ്ങളുടെയും ഭക്തി മനസ്സിലാക്കി ദേവാലയ നിർമ്മാണത്തിന് മുൻകൈയെടുത്തു. ആദ്യം ആശ്രമം എന്നോണം നിർമ്മിച്ച ചാപ്പൽ പ്രാർത്ഥനയ്ക്കായി ഭക്തർ ഉപയോഗിച്ചിരുന്നു. തുടർന്ന് 1980കളിൽ ഒരു പുതിയ ദേവാലയത്തിനായി പദ്ധതിയിട്ടിരുന്നു. 1998ലാണ് ഇന്നത്തെ ദേവാലയം നിർമ്മാണം പൂർത്തീകരിച്ച് ദൈവമാതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടത്. തിരുവനന്തപുരത്തെ ആർക്കിടെക്ട് JP ബ്രൈറ്റ് ആണ് ഈ ദേവാലയത്തിന്റെ ശില്പി. പൂർണ്ണമായും കരിങ്കല്ലിൽ പണിതീർത്തിരിക്കുന്ന പട്ടുമല ദേവാലയം തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലായാണ് സ്ഥിതി ചെയ്യുന്നത്. പട്ടുതുണിയിൽ പൊതിഞ്ഞ കുന്ന് എന്നാണ് പട്ടുമല എന്ന പേരിൽ അർത്ഥത്തിൽ പ്രദേശം അറിയപ്പെടുന്നത്. പീരുമേട്ടിൽ നിന്നും 8 കിലോമീറ്ററും തേക്കടിയിൽ നിന്നും 24 കിലോമീറ്ററും അകലെയാണ് പട്ടുമല ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായ താഴികക്കുടത്തോടുകൂടിയ ഗോത്തിക് ശൈലിയിലാണ് പട്ടുമല ദേവാലയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നേവിന്റെ താഴികക്കുടവും മേൽക്കൂരയും ഉള്ളിൽ നിന്ന് മനോഹരമായി രൂപകൽപ്പന ചെയ്ത് സ്ലാബുകൾ കൊണ്ട് ഒട്ടിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഏറ്റവും വലിയതാണ് പട്ടുമല ദേവാലയത്തിന്റെ ഡോം. പ്രവേശന കവാടത്തിൽ പ്രധാന വാതിൽ ഫ്രെയിം റോക്ക് കട്ട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ബൈബിളിലെ വിവിധ സംഭവങ്ങളെ ചിത്രീകരിക്കുന്ന റോക്കറ്റ് പോർട്രൈലറുകളും ദേവാലയത്തിലുണ്ട്. കൊത്തുപണികളുള്ള മരത്തിലാണ് ബലിപീഠം നിർമ്മിച്ചിരിക്കുന്നത്. ഇവയെല്ലാം വാസ്തുവിദ്യയുടെ മികവും വർദ്ധിപ്പിക്കുന്നു. മരിയൻ അപ്പാരിഷനുകളുടെ 2 അത്ഭുത സംഭവങ്ങൾ ദേവാലയത്തിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള ഭക്തിയുടെ പ്രാർത്ഥനകളിൽ അത്ഭുതങ്ങളും ദേവാലയത്തിൽ നടന്നതായി വിശ്വസിക്കപ്പെടുന്നു. വേളാങ്കണ്ണി മാതാവിന്റെ നാമത്തിൽ മാതാവിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ദേവാലയം സ്ഥലത്തിന്റെ പേരായതിനാൽ പട്ടുമല മാത എന്നാണ് അറിയപ്പെടുന്നത്. കൊച്ചു വേളാങ്കണ്ണി പള്ളി എന്നും അറിയപ്പെടുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് ദേവാലയത്തെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. ഭക്തരും വിനോദസഞ്ചാരികളും പതിവായി ദേവാലയം സന്ദർശിക്കാൻ എത്താറുമുണ്ട്. ഹൈറേഞ്ചിന്റെ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ പട്ടുമല ദേവാലയത്തിൽ 8 നോമ്പ് ആചരണത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികളായ പട്ടുമല സെന്റ് ഫ്രാൻസിസ് മൗണ്ട് സുപ്പീരിയർ ബ്രദർ കുര്യാക്കോസ് പോത്തുകാട്, സഹവികാരി ഫാദർ ജോമിൻ നെല്ലിമല, ജനറൽ കൺവീനർ M. അമൽരാജ് എന്നിവർ അറിയിച്ചു. 2024 പട്ടുമല മാതാവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഇടവരുക്കത്തിൻ്റെ മുഖാന്തര വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ ദിവസം ഈ കൊറോണയിലെ എല്ലാ അച്ഛന്മാരും പങ്കെടുക്കുന്ന കുർബാനയാണ്. 1-ാം തീയതി മുതൽ
മധുര ആർച്ച് ബിഷപ്പാണ് നയിക്കുന്നത്. അന്ന് തന്നെ പാമ്പനാർ ഇടവകയിൽ നിന്ന് ഒരു ഘോഷയാത്രയുണ്ട്. ആഘോഷമായ ഘോഷയാത്ര ഈ പള്ളിയിലേക്ക് വരും. അത് കഴിഞ്ഞ് കുർബാനയുണ്ട്. 2-ാം തീയതി നമ്മുടെ കഞ്ഞിരപ്പള്ളി ബിഷപ്പ് പുളിക്കൽ പിതാവാണ് പങ്കെടുക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് 2-3-4 ദിവസങ്ങളിൽ വൈദികർ അർപ്പിക്കുന്നത് 3-ാം തീയതി ഫാദർ സജി പൂവത്തുകാട്ടിലും, 4-ാം തീയതി നമ്മുടെ ഫാദർ സുരേഷ് ചപ്പാത്തി മുള്ളച്ചനും പങ്കെടുക്കുന്നു. 5-ാം തീയതി മലങ്കര മാവേലിക്കര ബിഷപ്പ് ജോഷുവ മാർ ഇഗ്നാത്യോസ് മലങ്കര ക്രമത്തിൽ പൂജ അർപ്പിക്കുന്നതാണ്. 6-ാം തീയതി നമ്മുടെ പേരുകേട്ട വചനപ്രഘോഷനായ മോർസിഞ്ഞോർ സെബാസ്റ്റ്യൻ പൂവത്തിങ്കൽ ശുശ്രൂഷയാണ്. 7-ാം തീയതി വിജയപുരം രൂപതയുടെ ഓക്സിലറി ബിഷപ്പായ ജസ്റ്റിൻ മടത്തുപറമ്പിൽ ആണ് ബലി അർപ്പിക്കുന്നത്. 8-ാം തീയതി നമ്മുടെ തിരുനാൾ ദിവസം വിജയപുരം രൂപതയുടെ ബിഷപ്പ് സെബാസ്റ്റ്യൻ തെക്കത്തിശ്ശേരിയാണ് അന്നത്തെ ശുശ്രൂഷകൾ നയിക്കുന്നത്. അങ്ങനെ 8-ാം തീയതി മാതാവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവരെയും ഹൃദയംഗവുമായി സ്വാഗതം ചെയ്യുകയാണ്. ചരിത്രപ്രസിദ്ധമായ പട്ടുമല ദേവാലയത്തിലെത്തി തങ്ങളുടെ വിഷമതകളും ബുദ്ധിമുട്ടുകളും പരിശുദ്ധ ദൈവമാതാവിങ്കൽ സമർപ്പിച്ച് അനുഗ്രഹപ്രാപ്തിക്കായാണ് ഓരോ മരിയൻ ഭക്തരും ദേവാലയത്തിന്റെ ഈ പടികൾ കയറുന്നത്. BBC ന്യൂസ് പീരുമേട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലയിലെ സാധാരണ മനുഷ്യരുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിക്കുന്നതിനാണ് തദ്ദേശ അദാലത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി MP രാജേഷ്. KPCCയുടെ നിർദ്ദേശപ്രകാരം അടുത്ത വർഷം നടക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തൊടുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മിഷൻ 25 കോൺഗ്രസ് മണ്ഡലം ക്യാമ്പ് DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ഇടുക്കി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് കർഷക മാർച്ചും ധർണയും നടത്തി. കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് KC വിജയൻ ഉദ്ഘാടനം ചെയ്തു. തട്ടക്കുഴ ക്ഷീരോത്പാദക സഹകരണ സംഘ സെക്രട്ടറി ഷീല വിജയന് യാത്രയയപ്പ് നൽകി. പൊതുസമ്മേളനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം ചെയ്തു. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ SSK ജില്ലാ ഓഫീസ് മാർച്ചും ധർണയും നടത്തി. CITU ജില്ലാ കമ്മിറ്റി അംഗം KV ജോയി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.